ഞാൻ ഓഡിയബിൾ ആണോ? അതെ. ഇന്ന് ഈ ഒരു സെഷന് ഞാൻ എടുക്കുന്നതിന്റെ ഈ ഒരു വെബിനാറിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഏഹ്, ഈ ഇന്നത്തെ കാലഘട്ടത്തില് ആളുകള് ചിന്തിക്കാറുണ്ട് അവരുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാകുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ചിന്ത അവരിലേക്ക് വരുന്നു. അതേപോലെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ വിരൽ തുമ്പിലാണ്. നമുക്ക് ഇന്ന് എല്ലാവർക്കും സ്മാർട്ട് ഫോണുകളുണ്ട്. ഒരുപാട് ആളുകൾ അവയർനെസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആഴത്തിൽ മനസ്സിലാവുന്നു, ചിലതൊക്കെ കുറച്ചേ മനസ്സിലാവുന്നുള്ളൂ. അവിടുന്നും ഇവിടുന്നും കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ എന്ത് ചെയ്യും, എന്നാ ചെയ്യണം, ഇനി എനിക്കിത് വല്ല വല്ല രോഗമാണോ, എന്റെ കുഴപ്പമാണോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷനുകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്, ആളുകൾ കടന്നു പോകാറുണ്ട്. ശരിക്കും ജീവിതം ബുദ്ധിമുട്ടായി തോന്നുന്നതിനാൽ എന്നിൽ എന്തോ തെറ്റുണ്ട് എന്ന് ഒരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു തോന്നലിനെ മാറ്റിയെടുക്കുക. നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുന്നത്, നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്നത് ഇത് 90 ഡേയ്സ്, ഇത് വെബിനാർ ആട്ടോ, 90 ഡേയ്സിന്റെ ക്ലാസ് അല്ല ഇത്. സൗമ്യല്ലേ ചോദിച്ചേ? ഇത് 90 ഡേയ്സിന്റെ ക്ലാസ് അല്ല, ഫ്രീ വെബിനാർ ആണ്. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് ഒരു അവയർനെസ്, ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതും ഈ ഒരു സെഷന്റെ ഉദ്ദേശമാണ്. ആരെയും തെറ്റുകാരാക്കാതെ, ആരെയും തകർന്നവരാക്കാതെ, അവർക്കൊരു ലേബല് കൊടുക്കാതെ, അവരെ ഒരു മുദ്ര കുത്താതെ, ജീവിതം എന്തുകൊണ്ട് കഠിനമാകുന്നു, ജീവിതം എന്തുകൊണ്ടാണ് ഇത്രയും ഹാർഡായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ഇത്രയും ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടോ ഒന്നും നമ്മുടെ ജീവിതത്തെ നന്നാക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തില്, വളരെ സന്തോഷമായിട്ട്, ആരോഗ്യത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ശരിയാക്കാനായിട്ട് സാധിക്കും. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ആരെങ്കിലും ഒക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കുമായിരുന്നെങ്കിൽ എനിക്ക് കണ്ടുകൊണ്ട്, നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് സംസാരിക്കാൻ അത് വലിയൊരു പ്രചോദനമാണ്. താങ്ക് യു സോ മച്ച്. നമ്മൾ സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും അത് കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ ഭിത്തിയെ നോക്കിയിരുന്നു പറയുന്നത് പോലെ ബുദ്ധിമുട്ടാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇങ്ങനെ ജീവിതം കഠിനമാണെന്ന് തോന്നിയിട്ടുണ്ടോ? എന്താണ് എന്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയി പോകുന്നത്, ഞാൻ എന്താ തെറ്റ് ചെയ്ത്, എനിക്കിനി വല്ല മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ, ഇങ്ങനെയുള്ള തോന്നലൊക്കെ വന്നിട്ടുണ്ടോ? കാരണം നമുക്ക് പലതരം ഇൻഫർമേഷൻസ് ആണ് അവിടുന്നും ഇവിടുന്നും ഒക്കെ ഇഷ്ടംപോലെ കാര്യ. ചിലതൊക്കെ കുറച്ച് മനസ്സിലാവും. എല്ലാരും നമ്മളെ പേടിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ആരെങ്കിലും ആശ്വസിപ്പിക്കാറുണ്ടോ? കുഴപ്പമില്ല, ഇത് നിങ്ങളുടെ തെറ്റല്ല, ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾ വളരെ എളുപ്പത്തിലും സമാധാനത്തിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാനും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സ്വപ്നങ്ങളെ ജീവിക്കാനും സാധിക്കും. ആരും ചെയ്യുന്നില്ലെന്ന്, അങ്ങനെ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഒരു വിഷമമുണ്ട്, ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർക്ക് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ പർപ്പസ്. നമ്മൾ ഈ ബലം പ്രയോഗിച്ചിട്ടൊന്നും അല്ല ജീവിതം മെച്ചപ്പെടുത്തേണ്ടത്. പലപ്പോഴും നമ്മൾ എന്താ പറയാ, എന്റെ ജീവിതത്തിന്റെ പ്രശ്നം, എന്റെ പ്രശ്നം അവര് കുറച്ചെന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇവര് കുറച്ചെന്നെ സഹായിച്ചിരുന്നെങ്കിൽ, നല്ലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, നല്ല കോളേജിൽ പഠിച്ചിരുന്നെങ്കിൽ. നമ്മുടെ ചുറ്റുപാടുകളിലാണ് നമ്മൾ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ ചുറ്റുപാടുകൾ മാറിയിട്ട് നമ്മൾ രക്ഷപ്പെടാൻ നോക്കിയിരിക്കുകയാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും മാറണം, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും മാറണം, നമ്മുടെ ജോലി സ്ഥലത്തുള്ള എല്ലാവരും മാറണം,
എല്ലാം എനിക്ക് അനുകൂലമായിരുന്ന ഞാൻ സന്തോഷത്തോടെ ജീവിക്കും. എന്റെ മോള് എന്നോട് ഇങ്ങനെ പറയുന്നു, എനിക്ക് വിഷമമാണ്. എന്റെ ഹസ്ബൻഡ് എന്നോട് ദേഷ്യപ്പെടുന്നു, എനിക്ക് വിഷമമാണ്. എന്റെ അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല. എന്റെ കൂട്ടുകാരി എന്നോട് ആഹ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുന്നില്ല. ഇങ്ങനെ നമ്മൾ ചുറ്റുപാടുകളിൽ കാരണങ്ങൾ അന്വേഷിച്ച് നടക്കും. ശരിക്കും ഇതൊക്കെ നമ്മുടെ കൺട്രോളിലാണോ? ഈ പറഞ്ഞ എന്തേലും നമ്മുടെ കൺട്രോളിലാണോ? നമുക്ക് നമ്മുടെ അമ്മയെ മാറ്റാൻ പറ്റുമോ? നമ്മുടെ ഹസ്ബൻഡിനെ മാറ്റാൻ പറ്റുമോ? നമ്മുടെ മക്കളെ മാറ്റാൻ പറ്റുമോ? നാട്ടുകാരെയോ നമ്മുടെ ബോസിനെയോ മാറ്റാൻ പറ്റും. നമുക്ക് കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച് പരാതി പറഞ്ഞ് വേദനിച്ച് നമ്മൾ നമ്മുടെ സമയം കളയുകയാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ, നമ്മുടെ ജീവിതം മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്? നമ്മളിൽ തന്നെയാണ്. ഞാനൊരു കാര്യത്തിന് കംപ്ലൈന്റ് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷയത്തിൽ എനിക്കൊരു കുറവ് കാണും. എൻ്റെ ഉള്ളില് ഒരു കുറവ്, അല്ലെങ്കിൽ ഒരു വേദന, അല്ലെങ്കിൽ ഒരു വിശ്വാസം, ഒരു പഴയ അനുഭവം ഒക്കെ ഉണ്ടാവും. നമ്മൾ അതിലാണ് വർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം ഒന്നും മാറ്റിയിട്ടല്ല, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ തന്നെ ഇന്നർ സിസ്റ്റം സ്ഥിരമാക്കുമ്പോൾ, അല്ലെ റെഗുലറൈസ് ചെയ്യുമ്പോൾ, സ്റ്റേബിൾ ആക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്, ജീവിതം എളുപ്പമാകുന്നത്. നമ്മുടെ ഇന്നർ സിസ്റ്റം റെഗുലർ ആക്കാതെ, സ്റ്റേബിൾ ആക്കാതെ മറ്റുള്ളവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, എന്റെ ഫാമിലി ഒന്ന് എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എനിക്ക് അല്പം കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു എന്ന് പറഞ്ഞ് വേദനിക്കുന്നതിൽ എന്തേലും അർത്ഥമുണ്ടോ? ചിലര് നമ്മളെ തന്നെ അങ്ങ് കുറ്റം പറയും. ഞാൻ ശരിയല്ല, എനിക്കത് കൊള്ളത്തില്ല, അല്ലെ എനിക്ക് അത് ശരിയല്ല, എന്റെ ശരീരം കൊള്ളത്തില്ല, എനിക്ക് ബുദ്ധിയില്ല, അല്ലെ എനിക്ക് അത് അങ്ങനാണ് ഇങ്ങനാണെന്ന് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യും. ഇതിലൊന്നും അല്ല ശരിക്കും സക്സസ് അല്ലെങ്കിൽ വിജയം എന്ന് ഇരിക്കുന്നത്. നമ്മുടെ സുരക്ഷിതത്വം, നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ, അവിടെ നിന്നാണ് നമുക്കൊരു തീരുമാനം എടുക്കാനും നമ്മളിലേക്ക് മാറ്റം വരാനും തുടങ്ങുന്നത്. നമ്മുടെ ബ്രെയിന്, നമ്മുടെ ബോഡി സേഫ് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എവിടാന്നറിയോ? നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ശരീരത്തിൽ നിന്നാണ്. നമ്മുടെ ശരീരത്തെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ പുറത്തുള്ള പലതും ചെയ്തു കഴിഞ്ഞാൽ നിലനിൽക്കത്തില്ല. നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ബോഡി, നമ്മുടെ നെർവ് സിസ്റ്റം സേഫ് അല്ലെങ്കിൽ നമ്മൾ അത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും? എല്ലാ ഏരിയയിലും നമ്മൾ വ്യത്യസ്ത രീതിയിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ബോഡിയെ, നമ്മുടെ ബ്രെയിനെ, നെർവ് സിസ്റ്റത്തെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പുറത്തുള്ള കാര്യങ്ങളിൽ കാരണം അന്വേഷിച്ച് നടക്കും. എക്സ്റ്റേണൽ കാരണങ്ങളാണ് നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷെ ശരിക്കുള്ള നമ്മുടെ പ്രോബ്ലത്തിന്റെ ഒക്കെ റീസൺ ഇന്റേണൽ സ്റ്റെബിലിറ്റിയിലെ ഇന്റേണൽ കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് വേണ്ടത് അവയർനെസ്, തിരിച്ചറിവ്. നമുക്ക് അവയർനെസ്സിൽ നിന്നും നമ്മൾ നമ്മുടെ ഇന്റേണൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരണം. നമ്മുടെ മൈൻഡ്, ബോഡി സേഫ് ആയില്ലെങ്കിൽ മെന്റൽ ലെവലിൽ നമ്മൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും, എന്തൊക്കെയാണ് അതിന്റെ കോൺസിക്വൻസ്? നമ്മുടെ ഇന്നർ സിസ്റ്റം അൺസേഫ് ആണെങ്കിൽ നമ്മുടെ മനസ്സ് ഓവർ തിങ്കിങ്ങിലേക്ക് പോകും. ഈ ഓവർ തിങ്കിങ് നമ്മുടെ കൺട്രോളിലാണോ? നമ്മൾ എത്ര വേണ്ടെന്ന് വെക്കുന്നോ അത്രത്തോളം തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊരു തെറ്റാണോ? നമ്മുടെ ബ്രെയിനിന്റെ ജോലി തന്നെ ക്രിയേറ്റിംഗ് തോട്ട്സ് ആണ്. അത് അതിന്റെ ജോലി ചെയ്യുന്നു. വെന്നെവർ നമ്മുടെ മൈൻഡ്, നമ്മുടെ ബോഡി സേഫ് അല്ലാത്ത വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ തുടർച്ചയായിട്ട് ചിന്തിക്കും. തോട്ട്സ് ഒരിക്കലും സ്ലോ ഡൗൺ ആകുന്നില്ല. നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ പോലും ചിന്തകൾ ശാന്തമാകുന്നില്ല. ചെറിയ ചെറിയ തീരുമാനങ്ങൾ പോലും നമുക്ക് ഹെവി ആയിട്ട് തോന്നിയിട്ടില്ലേ? നിസാര കാര്യം പോലും ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് തോന്നും. ആശയക്കുഴപ്പമുള്ളതായിട്ട് തോന്നും. ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ ത്രെട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടും, അപകടമായിട്ട് തോന്നും.
നിസാര കാര്യങ്ങൾക്ക് നമുക്ക് ടെൻഷൻ ആവും. മൈൻഡ് കീപ്പ് ഓൺ റീപ്ലേയിങ് ദി പാസ്റ്റ്. കഴിഞ്ഞതിനെ പറ്റി ഇങ്ങനെ റീപ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. തേഞ്ഞു പോയ റെക്കോർഡ് പോലെ ഇങ്ങനെ മൈൻഡിൽ കൂടി ഇങ്ങനെ പോയിട്ട്, അവൻ എന്നാലും അങ്ങനെ എന്നോട് പറഞ്ഞില്ലേ, അല്ലെ അവൾ അങ്ങനെ ചെയ്തില്ലേ, അവരങ്ങനെ എന്നോട് ചെയ്തില്ലേ, ഇങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ നടക്കാനേ പാടില്ലായിരുന്നു, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഫ്യൂച്ചറിനെ പറ്റി വറി ചെയ്തുകൊണ്ടേയിരിക്കും. ഫ്യൂച്ചറിനെ പറ്റി എന്നാ ആശങ്ക, അല്ലെ ഫിയർ. നമ്മുടെ അനുഭവത്തിൽ ഒരാളുടെ ഒരു ചെറിയ കമന്റ് മതി ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെടാൻ. പോരെ? ആരെങ്കിലും ചുമ്മാ പറയുന്നത്, റോഡിലോട്ട് ഇറങ്ങുമ്പം നമ്മളെ നോക്കി ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി, അന്നത്തെ ദിവസം നഷ്ടപ്പെടാൻ അത് മതി. ചിലരുടെ ചില പ്രത്യേക കമന്റുകൾ അല്ലെങ്കിൽ ഒരു ചോദ്യം ഒക്കെ മതി, ഇല്ലേ? ഒരാൾ പറയുന്ന ഒരു ചെറിയ വാക്ക് ചിലപ്പം ദിവസങ്ങളോളം മനസ്സിൽ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്ത് ധൈര്യം ഉണ്ടല്ലോ അവർക്ക് എന്നോട് നോക്കി ഇങ്ങനെ പറയാൻ തോന്നിയത്, എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് മനസ്സ് ലെവൽ. എമോഷണൽ ലെവലിൽ എന്തൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എമോഷൻസ് ബിക്കം അൺപ്രഡിക്റ്റബിൾ ആവും. നമ്മുടെ മൈൻഡ്, ബോഡി, ബ്രെയിൻ സേഫ് അല്ലെങ്കിൽ നമ്മുടെ എമോഷൻസ് അൺപ്രഡിക്റ്റബിൾ ആവും. പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകും നമ്മള്, അല്ലെങ്കിൽ എമോഷണൽ ഷട്ട് ഡൗൺ നമ്മുടെ ലൈഫിൽ വരും, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ഒരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വലിയ ആങ്സൈറ്റി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ആൾക്കാർ പറയുന്നില്ല, എന്നാന്നറിയാൻ മേല വല്ലാത്തൊരു പ്രയാസം, വലിയൊരു ബുദ്ധിമുട്ട് പോലെ. ചിലർക്ക് അത് തന്നെയല്ലേ എല്ലാ ദിവസവും കാണും ആ ഒരു അവസ്ഥ. പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ല, പക്ഷെ മനസ്സിനൊരു സുഖമില്ലാത്ത അവസ്ഥ. ഒരു കാരണവുമില്ലാതെ നമ്മൾ ഇങ്ങനെ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനൊരു പ്രത്യേകിച്ച് കാരണമോ റീസണോ ഒന്നും ഉണ്ടാവില്ല. ചില ആളുകൾ എമോഷണലി നമ്പാവും. നമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരവും ഇല്ലാതെ ആയി പോവും. ചിലര് എമോഷണൽ ഫ്ലഡിങ്, വികാരങ്ങൾ കൊണ്ട്, അതായത് ഭയങ്കര എമോഷൻ ആയിരിക്കും. അതായത് ചിലർക്ക് വികാര ശൂന്യതയാണെങ്കിൽ ചിലർക്ക് അതിന് കടന്നങ്ങ് ഒഴുകും, ഓവറായിട്ട് റിയാക്ട് ചെയ്യും. ഒരു ചെറിയ കാര്യത്തിനൊക്കെ ഓവർ റിയാക്ഷൻ ആയിരിക്കും. ജീവിതം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നുള്ള കുറ്റബോധം ഉണ്ടാവും. ഇതൊക്കെ എവിടുന്ന് വരുന്നറിയാമോ? നമ്മുടെ ബോഡി, നമ്മുടെ ബ്രെയിൻ സേഫ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇതൊക്കെ. നമ്മൾ ഇതിനുള്ള കാരണങ്ങളായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കും. നമുക്കറിയാം നമ്മൾ സേഫ് ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു അൺഈസിനെസ് ആയിരിക്കും. നമ്മൾ എത്ര സുരക്ഷിതമാണെന്ന് അറിയാമെങ്കിലും എപ്പോഴും അസ്വസ്ഥമാകും. നമുക്ക് വേണേ ആക്ഷൻസ് ഒക്കെ എടുക്കാം, പക്ഷെ ഈ ബ്ലെയിം, ഗിൽറ്റ്, ഷെയിം ഇതിലിങ്ങനെ നമ്മൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. എടുക്കാൻ സാധിക്കുന്ന ആക്ഷൻസ് ഒന്നും നമ്മൾ എടുക്കത്തില്ല. കഥാസിസ് എന്ന് പറയാം, അത് ആക്ച്വലി നമ്മളിങ്ങനെ ഈ വേദനയിൽ കടന്ന് 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 ഈ വേദന ഒരു സുഖമായിട്ട് മാറും. എല്ലാ ദിവസവും കുറച്ചു നേരം വേദനിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ. ഒരുപാട് സ്ത്രീകളുണ്ട് അങ്ങനെ. എല്ലാ ജോലിയും കഷ്ടപ്പാടും ഹാർഡ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചൊക്കെ കരയും. ആ കരച്ചിൽ കഴിയുമ്പോൾ അവർക്ക് വളരെ ആശ്വാസമാവും. എനിക്ക് നേരിട്ടറിയാവുന്ന ആളുകളുണ്ട്. ആ വേദന അവരുടെ ഒരു കൂടപ്പിറപ്പ് പോലെ, അവർക്കൊരു കംഫർട്ട് സോൺ ആവും. ചിലർ കടക്കുന്നതിന് മുന്നേ അവരുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മനസ്സിലിട്ട് ഓടിച്ച്, ഞാൻ ഇത്രയൊക്കെ സഹിക്കുന്നു, ആ വേദനയൊന്ന് കുറച്ചു നേരം അവർ ഫീൽ ചെയ്ത് കുറച്ചു നേരം കരയും. ഒരുതരം ആനന്ദം ഇതിൽ കണ്ടെത്താൻ തുടങ്ങുന്ന ആളുകളുണ്ട്. അതില്ലാതെ കഷ്ടകാലത്തെ എംബ്രേസ് ചെയ്യും. ഇത് ഫിസിക്കൽ ലെവലിൽ വരുമ്പോഴത്തേക്ക് ബോഡി ഹോൾഡ് ടെൻഷൻ വെൻ ഇറ്റ് ഡസ് നോട്ട് ഫീൽ സേഫ്. അത് സേഫ് ആയിട്ട് ഫീൽ ചെയ്തില്ലെങ്കിൽ ടെൻഷനെ ഹോൾഡ് ചെയ്യും. അതെങ്ങനെ നമുക്ക് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ്നെസ്, നമ്മുടെ ചെസ്റ്റിനൊക്കെ ഭയങ്കര ടൈറ്റ്, ഷോൾഡർ, ശരീരത്തിന്റെ പല ഭാഗങ്ങള്, ജോ, സ്റ്റൊമക്കിലൊക്കെ ടൈറ്റ്നെസ് അറിയാം, സ്റ്റിഫ്നെസ് അറിയാം, ചില സമയത്ത് പെയിൻ അറിയാം. ബ്രീത്തിങ് ഷാലോ ആൻഡ് റെസ്ട്രിക്റ്റഡ്, അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് മാറ്റം വരും, ചെറുതും തടസ്സപ്പെട്ടതുമായിട്ട് വരും. അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് വിമ്മിഷ്ടം.
ഭയങ്കര വിമ്മിഷ്ടമാണെന്ന് പറയും, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. കോൺസ്റ്റന്റ് ടയേർഡ്നെസ്, 8-9 മണിക്കൂർ കിടന്ന് ഇറങ്ങിയാലും ക്ഷീണമായിരിക്കും. ഉറങ്ങിയ പോലെ ഇരിക്കും, ഉറങ്ങിയോ ഉറങ്ങി, ശരിക്കും ഉറങ്ങിയോ ചോദിച്ചാൽ ഉറങ്ങിയില്ല. മൈൽഡായിട്ട് ആഴത്തിലുള്ള ഉറക്കം ഉണ്ടാവില്ല. കണ്ണടച്ചാൽ ഈ പുറത്ത് നടക്കുന്നതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ഫ്രഷ്നെസ് ഉണ്ടാവില്ല. ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഉറക്കമായിരിക്കും. ഉറങ്ങിയതിന്റെ ഒരു സുഖമോ അല്ലെങ്കിൽ ആ ഒരു റിഫ്രഷ്നെസ്സോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. ഭയങ്കര തടസ്സപ്പെട്ട ഉറക്കമായിരിക്കും. അതായത് 8-9 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ എക്സോസ്റ്റഡ് ആയിട്ട് ക്ഷീണിച്ച് എഴുന്നേറ്റ് വരുന്ന ആളുകൾ, ഇറിറ്റേറ്റഡ് ആയിട്ട് എഴുന്നേറ്റ് വരുന്ന ആളുകളെ കാണാൻ പറ്റും. ബിഹേവിയർ ലെവലിൽ ഇതെങ്ങനെ ബാധിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പീപ്പിൾ പ്ലീസിങ് ഓർ ഓവർ എക്സ്പ്ലെയിനിങ്, എല്ലാത്തിനും ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്തോണ്ടേയിരിക്കും. ശരിയായ കാര്യങ്ങൾ നമുക്കൊരു റോളൊക്കെ ഉണ്ടാവും, അത് കംപ്ലീറ്റ് ചെയ്യാതെ നോക്കിയും കണ്ടും ചെയ്യാനുള്ളതിന് പകരം ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാനായിട്ട്, അതിനെ അങ്ങ് മാനേജ് ചെയ്യാനായിട്ട്, അല്ലെ സമാലിക്കാന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള പ്രവൃത്തികളായിരിക്കും ഇവർ ചെയ്യുന്നത്. ഒരു കാര്യം ഒരു സിറ്റുവേഷന് ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാതെ ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതായത് അൺസേഫ് സിസ്റ്റം ക്രിയേറ്റ് കോപ്പിയിങ് ബിഹേവിയേഴ്സ് എന്ന് പറയും. അതായത് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പകരം എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഒപ്പിച്ചു വെക്കുന്ന പരിപാടികളാണ്. അവരൊരിക്കലും ഒരു കോൺഷ്യസ് ചോയ്സ്, ഒരു ബോധത്തോടെ ഒന്നും തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കത്തില്ല, അല്ലെ അതിന് സാധിക്കത്തില്ല. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ, അതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തു വെക്കും. ഈ പീപ്പിൾ പ്ലീസിങ്, ആളുകളെ പ്ലീസ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്കൊരു തരം സേഫ്റ്റി കൊടുക്കും. എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കല്, അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഇങ്ങനെ പ്ലീസ് ചെയ്യുക, ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലേ, കാണുമ്പോ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യും. ഹസ്ബൻഡിനോട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാന്ന്. കുറച്ചു നേരം ചിലപ്പോൾ തലവേദന എടുത്തിട്ട് ഒരു അരമണിക്കൂർ കടന്നുറങ്ങിയാണ് ഒരു 2-3 മണിക്കൂർ അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കും. ഓവർ എക്സ്പ്ലനേഷൻ. ഇത് ബിഹേവിയറിൽ വരുന്നതാണ് അവോയ്ഡിങ് ഡിസിഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളൊന്നും എടുക്കത്തില്ല, എല്ലാവരോടും അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യത്തില്ല. അത് ചിലപ്പം പുരുഷന്മാർക്ക് പോലും, സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാരിലെ ഈ അവോയ്ഡിങ് റെസ്പോൺസിബിലിറ്റി, ഡിഫിക്കൽട്ടി ടു ടേക്ക് ഡെസിഷൻ അധികമായിട്ട് കാണാറുണ്ട്. നമ്മുടെ റോൾ അനുസരിച്ചുള്ള തീരുമാനങ്ങളും ഉത്തരവാദിത്തങ്ങളൊന്നും എടുക്കാതെ അവർ കഷ്ടപ്പെടുന്ന കാണാം. ഈ തീരുമാനങ്ങൾ എടുക്കാത്തത് എന്തോന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്ക് ആണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്, അല്ലെങ്കിൽ അത് കുറച്ച് അധികമായിട്ടായിരിക്കും അവർക്ക്. അതുകൊണ്ടാണ് തെറ്റ് പറ്റുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ. പിന്നെ ഇവരുടെ കാണുന്നതാണ് ഓവർ തിങ്കിങ് ആൻഡ് കൺട്രോളിങ്. എല്ലാത്തിനെ പറ്റിയും ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര കൺട്രോൾ. നിങ്ങൾ എന്തിനാ അവിടെ പോയത്, അവരോട് എന്തിനാ സംസാരിച്ചത്, ഇങ്ങനെ എല്ലാം നമ്മുടെ കൺട്രോളിൽ വെക്കാനായിട്ട് ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെയെല്ലാം നടക്കും. മക്കളുടെ മേലെ, ഹസ്ബൻഡിന്റെ മേലെ, വൈഫിന്റെ മേലെ ഒക്കെ ഒരു ഓവർ പൊസസീവ്നെസ്, അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് കാണും. അവരോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ, അവർ ചോദിച്ചതിന് എന്തിനാ ഇങ്ങനെ ഉത്തരം പറഞ്ഞേ, എല്ലാത്തിലും ഒരു കൺട്രോൾ എടുത്തുകൊണ്ട് വരുന്നത്. ഈ അതേപോലെ ഓവർ വർക്കിംഗ്, ഈ കൺട്രോളിങ്ങിന്റെ പാർട്ടായിട്ട് ചത്തു കിടന്ന് പണിയാന്ന് പറയത്തില്ലേ, ഭയങ്കരമായിട്ട്. അതായത് ശരീരം പൊങ്ങാത്ത അളവിന് ഈ പണിയെടുക്കുന്ന ഇതുപോലുള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട്. എല്ലാം ഒന്നും എല്ലാവരും കാണത്തില്ല, പക്ഷെ ഇതിന്റെയൊക്കെ കുറെ പാർട്ടുകൾ നമുക്കൊക്കെ പല റേഞ്ചില്, പല പെർസെന്റേജില് നമ്മൾ കാണാൻ സാധിക്കും. പ്രൊക്കാസ്റ്റിനേഷൻ, ഒരിക്കലും കാര്യങ്ങൾ സമയത്ത് മാറ്റി വെച്ച് അതുകൊണ്ട് പാനിക് ആവും. കാരണം ഫിയർ കൊണ്ട് നമ്മളത് ചെയ്യത്തില്ല. നമുക്ക് ഫിയർ കൊണ്ട് ചെയ്യാൻ പറ്റാതെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യും. എപ്പോഴും ഒരിക്കലും ഒരു കാര്യം ചെയ്യത്തില്ല, മാറ്റിവെച്ച് അതിൻ്റെതായിട്ടുള്ള പാനിക് സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യും. അതേപോലെ ബിഹേവിയറിൽ വരുന്നതുകൊണ്ടാണ് ഡിഫിക്കൽട്ടി ടു സേ നോ. നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അതേപോലെ ബന്ധങ്ങളിൽ, നമ്മുടെ ശരീരവും നമ്മുടെ ബ്രെയിൻ, നമ്മുടെ നെർവസ് സിസ്റ്റം എല്ലാം സേഫ് അല്ലെങ്കിൽ ഇതെങ്ങനെ ബന്ധങ്ങളിൽ അഫക്റ്റ് ആവുന്നത്.
ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഓവർ റിയാക്ട് ചെയ്യും. ഒരു ചെറിയ കമന്റിന് വലുതായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും. നമുക്കൊരു ഇന്നർ സേഫ്റ്റി ഉണ്ടാവില്ല. ബന്ധങ്ങളൊക്കെ എപ്പോഴും ഒരു ത്രെട്ടായിട്ട് അവർക്ക് തോന്നും, ഭീഷണിയായിട്ട് തോന്നും. ചെറിയ ചെറിയ കാര്യം പോലും പേഴ്സണൽ ആയിട്ട് എടുത്തിട്ട് അതിന് റിയാക്ട് ചെയ്യുകയും, നിങ്ങൾ എന്നെയാ പറഞ്ഞു, നമ്മൾ സാധാരണമായിട്ട് പറയുന്ന കാര്യം പോലെ ഇവര് വളരെ പേഴ്സണൽ ആയിട്ട് എടുക്കും. ചെറിയ നിസാര കാര്യങ്ങൾ പോലും പേഴ്സണൽ ആയിട്ട് എടുത്തിട്ട് ചില ആളുകളിൽ എമോഷണൽ വിത്ഡ്രോവൽ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഓവർ ഡിപ്പെൻഡൻസ്. ഒന്നി എമോഷണലി കംപ്ലീറ്റ് വിത്ഡ്രോവൽ, അധിക പശു, അല്ലെങ്കിൽ ഒത്തിരി ഡിപ്പെൻഡൻസ്, ഓവർ ഡിപ്പെൻഡൻസ്. ഇവരിലൊക്കെ ചിലപ്പോൾ ഐസൊലേഷൻ, എമോഷണൽ ഐസൊലേഷൻ, എപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാറുണ്ട്. അതിന്റെ കംപ്ലൈന്റും കാണും. കോൺസ്റ്റന്റ് നീഡ് ഓഫ് റീ അഷുറൻസ്, എപ്പോഴും ചോദിച്ചുകൊണ്ട് അത് ശരിയല്ലേ, ഇത് ശരിയല്ലേ, അത് ഇങ്ങനാണോ, ഈ റീ അഷുറൻസ്. അതായത് ചില ആളുകളുണ്ട്, ഒരു 2 ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് ഇതെടുത്തെ, ഇത് നല്ലതായിരിക്കുമോ, ഞാൻ ഈ കേക്ക് കഴിക്കണോ, അല്ല ഞാൻ ലഡു കഴിക്കണോ, കാപ്പി കുടിക്കണോ, ചായ കുടിക്കണോ, എല്ലാത്തിനും മറ്റൊരാളോട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ആളുകളെ കാണാം. തുടർച്ചയായിട്ട് അവർക്ക് ഉറപ്പ് ആരെങ്കിലും കൊടുക്കണം. അതുകൊണ്ടൊക്കെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ ഇവർ ഫേസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും ഒന്ന് മറുപടി കൊടുത്തില്ല, ഇപ്പൊ ഹസ്ബൻഡിനെ വിളിച്ചല്ലേ, വൈഫിനെ വിളിച്ചു, മറുപടി കൊടുത്തില്ല, അല്ലെ ആരെങ്കിലും വിളിച്ചെങ്കിൽ ദേ റിജക്റ്റഡ് മീ, ആൻസർ ഒരു റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഉടനെ അതിന് അവര് എന്നെ തള്ളിക്കളഞ്ഞില്ല, എനിക്ക് ഇമ്പോർട്ടൻസ് തന്നില്ല, അത് ഒരു വലിയ എമോഷണൽ ഫീലിംഗ് ആയിട്ട് എടുക്കാറുണ്ട്. ഈ എമോഷണൽ റീഅഷുറൻസ് കൊണ്ട് തന്നെ പല അബദ്ധങ്ങളിലും പോയി ചാടുന്ന ആളുകളുണ്ട്. കാരണം നമ്മൾ ഈ മറ്റു പലരോട് അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും അവർ കൊടുക്കുന്ന മറുപടി അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് ശരിയാകണമെന്നില്ല. അങ്ങനെ പല പല അബദ്ധങ്ങളിൽ പോയി ആളുകൾ ചാടാറുണ്ട് ഈ എമോഷണൽ റീഅഷുറൻസ് കൊണ്ട്. ഫീലിംഗ് മിസ്അണ്ടർസ്റ്റുഡ് ഓർ അൺസപ്പോർട്ടഡ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നോട് ആർക്കും സ്നേഹമില്ല, എങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ, അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ഇതൊക്കെ ഇവരുടെ സ്ഥിരം ചിന്തകളായിരിക്കും. എന്നെ ആരും കൺസിഡർ ചെയ്യുന്നില്ല, ആർക്കും എന്നെ ഇഷ്ടമില്ല. ഇതൊക്കെ ഈ ഒരു അൺസേഫ്റ്റി കൊണ്ട് അല്ലെങ്കിൽ ഫിസിക്കലി ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ബിഹേവിയറിലൊക്കെ വരാവുന്ന പ്രോബ്ലംസ് ആണ്. ഇങ്ങനെ നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ അൺസേഫ് ആണെങ്കിൽ നമ്മുടെ അബൻഡൻസ്, സമ്പന്നത, നമ്മുടെ ലൈഫ് ഫ്ലോ ലെവൽ എങ്ങനെ ഇരിക്കും? ലൈഫ് എപ്പോഴും ഫീൽസ് ടു എ കോൺസ്റ്റന്റ് സ്ട്രഗിൾ, നിരന്തരം ഒരു പോരാട്ടമായിട്ട് തോന്നും. ലൈഫ് എന്നും ഒരു പോരാട്ടമായിട്ട് തോന്നും. മറ്റുള്ളവരിൽ നിന്നും സഹായം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല, അസ്വസ്ഥത ഉണ്ടായിരിക്കും. ആരുടെ കയ്യിൽ നിന്ന് സഹായം ആവശ്യം കാണും, സഹായിക്കാൻ ആളും കാണും, പക്ഷെ സ്വീകരിക്കാൻ തോന്നില്ല. മണി സ്ട്രെസ് എക്സിസ്റ്റ് വെൻ ഇൻകം ഈസ് സഫീഷ്യന്റ്. വരുമാനമൊക്കെ ഉണ്ടെങ്കിലും പണത്തിന്റെ ഒരു സ്ട്രെസ് ഉണ്ടാവും. എപ്പോഴും പണത്തെ പറ്റി ഒരു സ്ട്രെസ്. പണം കിട്ടുമ്പം സമാധാനം, പിന്നെയും നമ്മൾ ആ പണം ഇല്ലാത്ത ഒരവസ്ഥ, ഒരു ഞെരുക്കം ഉണ്ടാക്കും. ആ ഒരു മണി സ്ട്രെസ്, വരുമാനം ഉണ്ടെങ്കിലും അതില് ഈ ഒരു സ്ട്രെസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇവർക്കുള്ളിൽ ഒരു വിശ്വാസം കാണും, എനിക്ക് ദൗർഭാഗ്യം അല്ലെ ഭാഗ്യമില്ല, എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വരുന്ന ഒത്തിരി പേര് പറയാറുണ്ട്, ഐ ഹാവ് സം ബ്ലോക്ക്. എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ബ്ലോക്കുകളാണ്, എന്താന്ന് എനിക്കറിയില്ല, ഒരുപാട് ബ്ലോക്കുകളുണ്ട്. അവരിങ്ങനെ നിരന്തരം എന്റെ ജീവിതത്തിൽ മുഴുവൻ ബ്ലോക്കുകളാണ്, ഒന്നും നത്തിങ് വർക്ക്സ് ഫോർ മീ എന്ന് പറയുന്നവരെ കണ്ടിട്ടില്ല. ഒന്നും എന്റെ ജീവിതത്തിൽ ശരിയാകത്തില്ല, ഒന്നും നടക്കത്തില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും ശരിയാകത്തില്ല. പിന്നെ ചിലർ പറയാറുണ്ട്, അവസാന നിമിഷം എല്ലാം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്നത് പോലെ കിട്ടുന്ന പോലെ ഇരിക്കും, അവസാന നിമിഷം എനിക്ക് നഷ്ടപ്പെട്ടു പോകും. ആക്ച്വലി ഈ ഒരു സർവൈവൽ മോഡിൽ ഇരിക്കുന്ന ഈ ആളുകളുടെ അവസ്ഥ നമുക്ക് കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് ഒരുപാട് സഹായിക്കും. ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് ഒരു 17 തലം, നമ്മളുടെ ലൈഫ് എനർജി, വൈബ്രേഷണൽ ഫ്രീക്വൻസി ഒരു 17 തലത്തിലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളെ മനുഷ്യര് ആയിരിക്കാവുന്ന 17 തലം. അതൊരു 1 ൽ 1000 വരെയാണ് അതിന്റെ ഒരു എന്താ പറയാ,
അതിന്റെ ഒരു റേഷ്യോ അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 തൊട്ട് 1000 വരെയാണ്. 700 to 1000 എന്ന് പറയുന്നത് എൻലൈറ്റ്മെന്റ്, ഏറ്റവും ഹയർ ആയിട്ടുള്ള അവസ്ഥ. ഗിൽറ്റ്, ഷെയിം, അപ്പതി, ഡൗട്ട്, ഫിയർ, ഇതൊക്കെ നമുക്ക് ഏറ്റവും താഴെയുള്ള അവസ്ഥകളാണ്. അതായത് 20, 30, 200 താഴെയുള്ളതെല്ലാം അത് സർവൈവൽ മോഡാണ്. ശരിക്കും ഈ അവസ്ഥയിൽ കിടക്കുന്നവരുടെ ജീവിതം ഒരു പോരാട്ടം തന്നെയും ദുരിതവുമായിരിക്കും. ഒരുപാട് ആൾക്കാരില് ഇതിന്റെ എല്ലാത്തിന്റെ, അതായത് ഗിൽറ്റ്, ഷെയിം, ഡൗട്ട്, ഫിയർ, അപ്പതി, ഇതെല്ലാം കറേജിന് താഴെ ഇതിന്റെ എല്ലാം കുറെ 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 കാര്യങ്ങളുണ്ടാവും. കുറച്ച് ഗിൽറ്റ് ഉണ്ടാവും, കുറച്ച് ഷെയിം ഉണ്ടാവും, ഒരു നിർവികാരത ഉണ്ടാവും, ഗ്രീഫ് ഉണ്ടാവും. ഇതെല്ലാം പല പല അളവിലുണ്ടാവും. നമ്മൾ ഇതിനെയൊക്കെ കണ്ടെത്തി ഒരു എക്സ്റ്റേണൽ ഹെൽപ്പോടെ നമുക്ക് മോസ്റ്റ്ലി ഈ കറേജിന് താഴെയുള്ളവരുടെ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായിരിക്കും, അല്ലെ വളരെ ഈ നമ്മൾ പറയത്തില്ലേ നനുത്തു പോയി എന്ന് പറയത്തില്ലേ, സ്വയം കത്താൻ പറ്റാതെ ഊർജമില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇവരെ ശ്രമിച്ചാലും ഇവർക്ക് കയറി പറ്റാൻ സാധിക്കാറില്ല. കാരണം അവരുടെ ആ ഒരു ലൈഫ് എനർജി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. എല്ലാ തിയറിക്കും ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ടാകുന്നത് പോലെ ഇവിടെയും നമുക്ക് എക്സെപ്ഷൻ കേസ് ഉണ്ട്. ചിലര് ഞാൻ തീർന്നു, എനിക്ക് രക്ഷയില്ല എന്ന് വരുമ്പോഴത്തേക്ക്, എല്ലാം നോക്കിയിട്ട് നടക്കുന്നില്ല എന്ന് പറയുമ്പോ അങ്ങ് ദൈവത്തിൽ, അവര് വിശ്വസിക്കുന്ന ദൈവത്തിൽ പോയി കംപ്ലീറ്റ് സറണ്ടർ ആവും. അടിമുടി പെട്ടെന്നൊരു ദിവസം അങ്ങ് നമ്മൾ എന്താ പറയാ, അങ്ങേയറ്റ ഭക്തി, അവർക്ക് എല്ലാം മറന്നിട്ട്. ഈ ഭക്തിക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിനൊരു പ്രത്യേകതയുണ്ട്, ലോജിക്കാലിറ്റി ഇല്ല. വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ലോജിക്ക് ആവശ്യമില്ല. അങ്ങനെ ലോജിക്കില്ല, ക്വസ്റ്റ്യൻ ഇല്ലാതെ കംപ്ലീറ്റ് സറണ്ടർ ആകുന്ന വളരെ ചുരുക്കം ആളുകള് പുറത്തു നിന്നുള്ള ഹെൽപ്പ് ഇല്ലാതെ ഇവിടുന്ന് കരകയറുന്നത് കാണാറുണ്ട്. അവരെന്താ അങ്ങനെ, അതായത് നമ്മൾ ഏതൊരു തിയറി പറയുമ്പോഴും അതിലൊരു 1%, 2% എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാവും. നമുക്ക് 100% ഇങ്ങനെയൊന്നും ഈ ലോകത്തിൽ ഒരു കാര്യം നമുക്ക് അടിച്ചു പറയാൻ പറ്റില്ല. ഇവിടെയും ഈ ഒരു കറേജിന് താഴെയുള്ള ആളുകൾക്ക് സ്വയം ഇതിലോട്ട് മേലെ വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോഴും അവിടെ ഇതുപോലുള്ള ചില എക്സെപ്ഷൻ കേസുകൾ നമുക്ക് കാണാം. ഈ കംപ്ലീറ്റ് സറണ്ടർ, അവര് വിശ്വസിക്കുന്ന ഒന്ന് ഈ പ്രപഞ്ചത്തിലായിരിക്കും, ദൈവത്തിലായിരിക്കും. അങ്ങ് കമന്ന് വീഴും. അവരവിടെ ചോദിക്കത്തില്ല എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കും, എന്നിട്ട് അവരിങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കും, എന്തേലും ഒരു വഴി വരുന്നുണ്ടോ വരും. അത് ആ വിശ്വാസത്തിന്റെ ആണ്. ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത് കാണാറുണ്ട്. അങ്ങനെ നമുക്ക് കാണാറുണ്ട്. അല്ലാത്ത പക്ഷം ഈ ഒരു അവസ്ഥയിൽ, അതായത് കറേജിന് താഴെയായിട്ടുള്ള വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലുള്ള 200 താഴെയുള്ള ആളുകൾ ഒരു സ്പെഷ്യൽ അല്ലെ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് തന്നെ നമ്മൾ കറേജ് വരെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കയറി പോകുന്നത് എളുപ്പമാണ്. ഈ ഞണ്ടൊക്കെ കണ്ടിട്ടില്ല, കൊട്ടേ കിടക്കുന്ന ഞണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കയറാൻ നോക്കുമ്പോൾ ബാക്കി എല്ലാം കൂടെ പിടിച്ച് താഴെയിടും. വിഷമത്തീന്ന് കയറാൻ നോക്കുമ്പോൾ കുറ്റബോധം പിടിച്ച് താഴെയിടും. കുറ്റബോധത്തിന് കയറാൻ നോക്കുമ്പോൾ ഷെയിം പിടിച്ച് താഴെയിടും. ഈ ഷെയിമിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴത്തേക്ക് ഫിയർ പിടിച്ച് താഴെയിടും. എല്ലാരും കൂടി ഇങ്ങനെ പല റേഞ്ചിൽ കിടക്കുകയല്ലേ. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുവാണെങ്കിൽ ഇത് വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ അറിയണം എങ്ങനെയാണ് ഇതിൽ നിന്ന് കയറേണ്ടത്. ഇതിനൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊച്ചു കുഞ്ഞുങ്ങളെ പോലായിരിക്കും. നമ്മുടെ ഈഗോയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇന്ന് ഈ ടെക്നോളജി ഒക്കെ അഡ്വാൻസ് ലെവലായപ്പോ എല്ലാം അങ്ങേ അറ്റം ഉണ്ടേലേ നമുക്ക് തൃപ്തിയുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തൃപ്തിയില്ല. അതായത് ഹോസ്പിറ്റലിൽ ചെന്നാൽ നമ്മൾ ഏറ്റവും സ്പെഷ്യലിസ്റ്റിനെ മാത്രമേ കാണിക്കത്തുള്ളൂ. ചെറിയ പനിയാണെങ്കിൽ പോലും സാധാരണ ആളുകളെ കാണിക്കത്തില്ല. സ്കാൻ, NRI സ്കാൻ, MRI അല്ലെ ഏറ്റവും മേളിലുള്ളത് വെച്ചാലേ നമുക്കൊരു തൃപ്തിയുള്ളൂ, ഇല്ലേ? എല്ലാം എക്സ്ട്രീം. അതായത് നമുക്ക് സൂചി കൊണ്ട് എടുക്കാവുന്നത് ഒരു ബുൾഡോസർ കൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വലിയ വലിയ കാര്യമില്ല. ഫോർ എക്സാമ്പിൾ തോട്ട് റീറൈറ്റ് ചെയ്യണമെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ നമുക്കത് കുറെ കാര്യങ്ങളുണ്ട്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാ നമുക്കൊരു ഹാബിറ്റ് ഉണ്ടാകുന്നത്? ഒരേ പ്രവൃത്തി റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു ഹാബിറ്റ് ആവും. പണ്ട് മോഹൻലാലിന്റെ ചില സിനിമ അല്ലെങ്കിൽ രജനീകാന്തിന്റെ ചില ഡയലോഗും ആക്ഷനും ഒക്കെ കാണിച്ച് അങ്ങനെ പിള്ളേർ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അറിയാതെ ചെയ്യുന്നത് പോലെ കാണുന്നില്ലേ?
ഒന്നും വേണ്ട, ഒരു പാട്ട് റിപ്പീറ്റഡ് ആയിട്ട് പണ്ടിങ്ങനെ മൈക്കിൽ വെച്ച് ഇങ്ങനെ പാട്ട് എല്ലാവരും ഉറക്കം വെക്കും. ഒരു 2-3 പ്രാവശ്യം അത് കേട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ആ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും, ഇല്ലേ? നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്റെ ചെറുപ്പത്തിലെ ഒരു സംഭവം. എന്റെ മാത്സ് ക്ലാസ്സിലാണ് ഈ നമ്മൾ തൊണ്ടേന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കില്ല, ടക്ക് 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 എന്ന്. ഒരു ദിവസം ക്ലാസ്സിലിരിക്കുന്നു, നല്ല സാറ് പഠിപ്പിക്കുക, ക്ലാസ്സിൽ എവിടുന്ന് ഒരു ടെക്ക് ടെക്ക് സൗണ്ട്. ഞാനും നോക്കുന്നത്, പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞത് എന്റെ വായിന്ന് വരുന്നത്. നമ്മൾ ഈ പിള്ളേര് വായനക്കാതെ ഈ തൊണ്ടക്കകത്തുനിന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കിയിരുന്നു. അതിന് മുന്നത്തെ പീരീഡിൽ ഞാനിരുന്ന് കുറെ ട്രൈ ചെയ്തു. അത് ആ പീരീഡ് കഴിഞ്ഞു പോയതൊക്കെ മറന്നിട്ട് ക്ലാസ്സിന്റെ ഇടയ്ക്ക് നമ്മൾ അറിയാതെ പോലും നമ്മളത് റിപ്പീറ്റ് ചെയ്യും. ഇതിനാണ് നമ്മൾ ഹാബിറ്റ് അല്ലെ ബിഹേവിയർ എന്ന് പറയുന്നത്. അന്ന് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ ഒരു പേടി. കാരണം ഭയങ്കര സീരിയസ് ആയിട്ട് കണക്ക് പഠിപ്പിക്കുകയായിരുന്നു. സോ ഇതുപോലെ നമ്മൾ ഒരുപാട് ഹാബിറ്റുകൾ, അതായത് നമ്മുടെ ടെൻഷനുകള്, സ്ട്രെസ്സുകള്, നമ്മുടെ പെയിനുകള്, നമ്മൾ ഫേസ് ചെയ്യുന്ന പല സിറ്റുവേഷനുകളിലും നമ്മുടെ ബ്രെയിൻ ഒരു പാറ്റേൺ എടുക്കും. ആ പാറ്റേൺ 1-2 പ്രാവശ്യം റിപ്പീറ്റഡ് ആകുമ്പോൾ അത് നമുക്ക് ഫെമിലിയർ ആയി, പിന്നെ അത് തുടരും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സാമ്പത്തിക, അതായത് ഫിനാൻസില്, പണവിഷയത്തിൽ ഒരുപാട് പാറ്റേൺ ഉണ്ടാവും. നമ്മുടെ റിലേഷൻഷിപ്പിൽ നോക്കിയ ഒരുപാട് പാറ്റേൺ ഉണ്ടാവും. ചില ആളുകള് ചതിക്കപ്പെടുമെന്ന് അറിഞ്ഞ്, അതായത് ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഇവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, എന്നെ പൈസ ആരോ കളിപ്പിച്ചോണ്ട് പോയി, ലക്ഷങ്ങൾ കളിപ്പിച്ചോണ്ട് പോയി, അതേ രീതിയിൽ വീണ്ടും 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 പറ്റിക്കപ്പെടുന്നത് കണ്ടിട്ടില്ലേ? ചിലരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ജോലി കിട്ടും, കുറെ വർഷം ജോലി ചെയ്യും, പിന്നെ ആ ജോലി നഷ്ടപ്പെടും, കയ്യിലുള്ള പൈസ എല്ലാം തീരും, വീണ്ടും എവിടുന്നെങ്കിലും ഒരു ഹീറോയോ ആരെങ്കിലും വന്ന് അവരെ രക്ഷിക്കും. ഇങ്ങനെ കരിയറിലെ, ജീവിതത്തിലെ ചില ബന്ധങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മാസം ഭയങ്കര സ്നേഹമായിരിക്കും, അടുത്ത 2 മാസം ഭയങ്കര അടിയായിരിക്കും, പിന്നെ 2 മാസം സ്നേഹമില്ല അടിയില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഇങ്ങനെ നമുക്ക് അറിഞ്ഞും അറിയാതെയും കുറേ പാറ്റേണുകൾ ഉണ്ടാവും. ഈവൻ നമ്മുടെ ഹെൽത്തിൽ പാറ്റേൺ ഉണ്ടാവും. നമ്മൾ പറയും ഒരുപാട് ഓട്ടോ പൈലറ്റിൽ പോകാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് ഓർമ്മയുണ്ടോ? നമ്മള് എന്നും ഓർക്കാറുണ്ടോ? എന്തൊക്കെ എന്നും ചെയ്യുന്നോണ്ട് നമ്മൾ അങ്ങ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന ഒരുപാട് ജോലികളിൽ ഇതുപോലെ ഓട്ടോ പൈലറ്റുകൾ വരാറുണ്ട്, പാറ്റേൺസ് വരാറുണ്ട്. ഇതൊക്കെ നമ്മുടെ നോർമൽ അവസ്ഥയായിട്ട് മാറും. നമ്മൾ ഇന്നത്തെ നമ്മളെന്ന് പറയുന്നത് ഇതുപോലെ കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ച് നമ്മൾ ലേൺ ചെയ്ത് നമ്മളായിട്ട് മാറിയ കുറെ സ്ട്രെസ്സുകളും സ്ട്രെയിനുകളും വിശ്വാസങ്ങളും ലിമിറ്റിംഗ് ബിലീഫ്സും ഒക്കെ നിറഞ്ഞ നമ്മളാണ്. നമ്മൾ ഇതൊന്നും തിരിച്ചറിയാതെ ജീവിതത്തെ മാറ്റാൻ നമ്മൾ ശ്രമിക്കും, നമ്മൾ പലതും എടുക്കും. ഇങ്ങനെ നമ്മുടെ ശരിക്കുള്ള അവസ്ഥ തിരിച്ചറിയാതെ നമ്മൾ എന്ത് ചെയ്താലും, നമ്മുടെ പ്രവർത്തനത്തിൽ മാറ്റി വന്നാലും, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള നമ്മൾ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഒരു പ്രശ്നം വരുമ്പം ആ ഉള്ളിലുള്ള കാര്യം തിരിച്ചു വരും. അതായത് മാറ്റം സ്ഥിരമായിരിക്കുകയില്ല. ഇതുപോലെ നമ്മൾ ഈ സർവൈവൽ മോഡിലല്ലേ ഇങ്ങനെ ഈ അവസ്ഥയിലിരിക്കുന്ന ആളുകള് ഒരു പ്രശ്നമല്ലേലും, ഒരു പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും എപ്പോഴും അൺസേഫ് ആയിട്ട് ഫീൽ ചെയ്യും. ലൈഫിൽ ഒരു സുരക്ഷിതത്വം അവർക്ക് തോന്നത്തില്ല. അവരുടെ സിസ്റ്റം എപ്പോഴും അലേർട്ട് മോഡിലായിരിക്കും. ഈ അലേർട്ട് മോഡിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല, അവിടെ നമുക്ക് സക്സസ് ഉണ്ടാവില്ല, ഡിസിഷൻസോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും അലേർട്ട് മോഡിലായിരിക്കും. റിലാക്സേഷൻ എന്ന് പറയുന്നത് അൺഫെമിലിയർ ആയിരിക്കും. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്തായി റിലാക്സേഷൻ. അവർക്ക് ഒന്നി അത് അന്യമായിരിക്കും, അല്ല അസാധ്യമായിരിക്കും. ഒരിക്കലും പ്രോപ്പറായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകളുണ്ട്. ജീവിതം തന്നെ ഒരു സർവൈവൽ മോഡിൽ ജീവിച്ചു തീർക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഒരു അപകടം ഇല്ലെങ്കിലും ചില കാട്ടിലൊക്കെ അകപ്പെട്ട ആളുകളെ പോലെ, പണ്ടത്തെ ആദിമ മനുഷ്യർക്ക് ആഹാരം കഴിക്കുക, അപകടങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക, ഇതുപോലെ എപ്പോഴും അലേർട്ട് മോഡിലായിരിക്കും എപ്പോഴും. ഇന്നബിലിറ്റി ടു ഫുള്ളി റിലാക്സ്ഡ്, ഫുള്ളായിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ അവർക്ക് സാധിക്കത്തില്ല. അവരോട് തന്നെ ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. എനിക്കിവിടെ പറയാനുള്ളത്, ഇതൊന്നും നിങ്ങളുടെ തെറ്റല്ല.
ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഇതുപോലെ കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പം ഇതിനെപ്പറ്റി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എന്റെ തെറ്റാണോ, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ, ഞാൻ വല്ല മരുന്നൊക്കെ കഴിക്കണോ. എങ്ങനെ എന്നോട് ചോദിച്ചു വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ഞാൻ മരുന്ന് കഴിക്കണോ, അല്ലെ എന്താ എന്റെ പ്രശ്നം. എനിക്കിവിടെ പറയാനുള്ളത്, നത്തിങ് ഈസ് റോങ് വിത്ത് യു, യുവർ സിസ്റ്റം ഈസ് പ്രൊട്ടക്ടിങ് യു. ശരിക്കും നിങ്ങളുടെ സിസ്റ്റം നിങ്ങളെ സംരക്ഷിക്കാൻ നോക്കുന്നതാണ്. പക്ഷെ അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ്. നമ്മുടെ ബ്രെയിൻ ഒരു കുഴപ്പമുണ്ട്, ബ്രെയിൻ എപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്താൽ മതി. അതൊരിക്കലും ബോധർ ചെയ്യത്തില്ല നമ്മുടെ നമ്മൾ ജയിക്കുന്നുണ്ടോ, നമ്മൾ തോക്കുന്നുണ്ടോ, നമ്മുടെ ഗ്രോത്തോ ഒന്നും അതിന് പ്രശ്നമല്ല. നമ്മളെ കംഫർട്ടിൽ വെക്കണമെന്നുള്ളതാണ് ബ്രെയിനിന്റെ ഇന്റൻഷൻ. അതുകൊണ്ടാണ് അൺഫെമിലിയർ ആയിട്ടുള്ള സമാധാനത്തെക്കാളും ഫെമിലിയർ ആയിട്ടുള്ള കരച്ചിലിനെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ബ്രെയിൻ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇന്നർ സിസ്റ്റം പവർഫുൾ ആക്കിയാൽ ദാറ്റ് ഈസ് മോർ ദാൻ എനഫ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇന്നർ സിസ്റ്റത്തെ പവർഫുൾ ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിനും ബോഡിയും ലേൺ സേഫ്റ്റി, സുരക്ഷിതത്വം പഠിച്ചു കഴിഞ്ഞാൽ ഈ പാറ്റേൺസ് ഒക്കെ മൃദുവാകും. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ടൈറ്റ് അല്ലെ അതിന്റെ ഒരു സിവിയാരിറ്റി കുറയും. ഈ പാറ്റേണുള്ള ആവർത്തനങ്ങളൊക്കെ പതുക്കെ പതുക്കെ ദിവസം ഓവർ നൈറ്റിൽ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല. ആളുകൾക്ക് ഭയങ്കര മാജിക് ആണ് വേണ്ടത്. ഇങ്ങനെ ഒരു മാജിക് ബാൻഡ് വെക്കുക, എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും. പീപ്പിൾ ദേ ആർ നോട്ട് റെഡി ടു കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിന്ന് പ്രവർത്തിക്കാൻ തയ്യാറല്ല. നമ്മൾ ഈ 40 വർഷം 35 വർഷം കൊണ്ട് സമ്പാദിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കഴുകി കളയാൻ പറ്റുമോ? അതൊക്കെ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇതിൽ മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്യണം. വലിയ വലിയ അധ്വാനങ്ങളല്ല, ആൾക്കാർ റെഡിയാണ്, കഠിനാധ്വാനം ചെയ്യാൻ റെഡി. ഇവിടെ കഠിനാധ്വാനം അല്ല വേണ്ടത്, കൺസിസ്റ്റന്റ് എഫേർട്ടാണ് വേണ്ടത്. അവയർനെസ് പ്ലസ് കൺസിസ്റ്റന്റ് എഫേർട്ട്, ഇൻസ്പയർഡ് ആക്ഷൻ ആണ്. നമ്മളെല്ലാം തേടി നടക്കുന്നത് മോട്ടിവേഷനാണ്. അവിടുന്ന് കുറച്ച് മോട്ടിവേഷൻ കിട്ടുമോ, ഇവിടുന്ന് കുറച്ച് മോട്ടിവേഷൻ കിട്ടുമോ, ഒരു യൂട്യൂബർ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് മോട്ടിവേഷൻ ഒരിക്കലും വർക്കൗട്ട് ആവില്ല. അത് മോട്ടിവേഷൻ കൊണ്ട് വരും, ഒരു ചെറിയ പീരീഡിലേ ഉള്ളൂ. നമുക്ക് വേണ്ടത് സ്വയം ഇൻസ്പിറേഷൻ ആണ്, ഇൻസ്പയർഡ് ആക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് ജീവിതം ഇത്രയും കഷ്ടപ്പാടുള്ളതായിട്ട് തോന്നുന്നത്? നമുക്കെല്ലാം ഒരു ഇന്നർ മെക്കാനിസം ഉണ്ട്, ഇൻവിസിബിൾ ഇന്നർ മെക്കാനിസം. നമ്മൾ കാണാത്ത ആ ഇന്നർ മെക്കാനിസം, നമ്മളത് കാണാതെ മനസ്സിലാക്കാതെ അധികപക്ഷം ആളുകളും അത് മനസ്സിലാക്കാതെ അതിനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതെങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് നമുക്കറിയാം ഒരു തെറാപ്പികളോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ റിലാക്സ് അല്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല. ഈ റിലാക്സേഷൻ എന്ന് പറയുന്നത് ഫിസിയോളജിയാണ്. നമ്മൾ മൈൻഡിൽ റിലാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി റിലാക്സ് ആവില്ല, നമ്മുടെ നെർവ് സിസ്റ്റം റിലാക്സ് ആവില്ല. ഇതെങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ബലം പ്രയോഗിച്ച് മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. ഒരു ദിവസം നമ്മളെ ഒബ്സർവ് ചെയ്ത് അറിയാം, റിപ്പീറ്റഡ് തോട്ട്സ് ഉണ്ട് നമുക്ക്, വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരുന്ന സെൽഫ് ടോക്ക് ഉണ്ട്, റിപ്പീറ്റഡ് തോട്ട്സ് ഉണ്ട്, ബിലീഫ്സ് ഉണ്ട്, റിയാക്ഷൻസ് ഉണ്ട്. ഇതിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും എന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെ എന്റെ തോട്ട്സ്, എന്റെ ബിലീഫ്സ്, എന്റെ റിയാക്ഷൻസ്, ഇറ്റ് മേ ബി എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഇവിടെയുള്ള ഏതൊരാളുടെയും. മറ്റൊരാൾക്ക് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് നമ്മുടെ തോട്ട്സിനെയും നമ്മുടെ ഫീലിങ്സിനെയും നമ്മുടെ റിയാക്ഷനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മളാണ് അതിനെ തിരിച്ചറിയേണ്ടത്. ഈ ആവർത്തിച്ചു വരുന്ന ചിന്തകളും വികാരങ്ങളും ഇതെല്ലാം കൂടിയതാണ് ഇന്നത്തെ നമ്മൾ. അത് നമ്മുടെ നോർമൽ അവസ്ഥയായി, നമ്മൾ ജീവിച്ച് 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 അത് നമ്മുടെ ഒരു സാധാരണ അവസ്ഥയായി. നമുക്ക് ഈ പ്രശ്നവും ഈ ടെൻഷനും ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ തന്നെ പാറ്റേൺ ആണ്. ആൾക്കാർ പറയാറില്ലേ, അവര് പഠിച്ചെടുത്ത ഈ സെൽഫ് ബ്ലെയിമിങ്, ഡൗട്ട്, ഇതൊക്കെ ഞാൻ ഭയങ്കര സ്റ്റക്കാണ്, ഐ ആം സ്റ്റക്ക്. അവരുടെ ഐഡന്റിറ്റി ആയിട്ട് തന്നെ മാറ്റും. ഈ പാറ്റേണും ഐഡന്റിറ്റിയുമായിട്ട് പോലും അവർക്ക് സംശയം വരും. നമ്മളൊരു പല പ്രാവശ്യം അയാം എന്ന് പറഞ്ഞ ബ്രെയിൻ അതിനെ സ്ഥിരമായിട്ടിടും. ഈ പാറ്റേൺസ് ഒക്കെ നമ്മുടെ നോർമൽ അവസ്ഥയായിട്ട് അങ്ങ് മാറും, സാധാരണ അവസ്ഥ.
ശരിക്കും ലൈഫ് അല്ലെ ജീവിതം റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ ഈ എന്താണോ നമ്മുടെ ഈ അവസ്ഥയോടാണ്. നമ്മളെപ്പോഴും സ്ട്രെസ്സിലും സ്ട്രെയിനിലും ഒക്കെ ആണെങ്കിൽ ജീവിതം ആ രീതിയിൽ തന്നെ നമ്മളോട് റെസ്പോണ്ട് ചെയ്യും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ എന്താണോ, നമ്മൾ ഈ പുറത്ത് ചിലപ്പോൾ അഭിനയിക്കും, ഞാൻ പോസിറ്റീവായി, ഞാനെല്ലാം മാറി, എന്റെ ബിലീഫ്സ് എല്ലാം മാറി. പക്ഷെ അതല്ല നമ്മുടെ ഉള്ളിന്റെ. നമുക്കത് തിരിച്ചറിയണമെങ്കിൽ ഒരു പെട്ടെന്ന് വരുന്ന ഒരു സിറ്റുവേഷനിൽ ഹൗ വി ആർ തിങ്കിങ് എന്ന് ഓർത്താൽ മതി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോസിറ്റീവ് അഫർമേഷൻസ് പറയും, മണി അഫർമേഷൻസ് പറയും. കടയിൽ പോയിട്ട് അയ്യോ ഇതൊക്കെ ആര് വാങ്ങിക്കാൻ, വിലയാ, വാങ്ങിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെ എന്നെ കൊണ്ട് സാധിക്കില്ല. അവിടെ അറിയാം നമ്മുടെ ഉള്ളിലുള്ള ലാക്ക് എന്നാന്ന്. എല്ലാം പറയും ഐ ആം സോ കാം, ഐ ആം സോ കൂൾ, ഐ ആം ഇതെന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റുവേഷനിൽ ഓൾ ഓഫ് സഡൻ നമ്മളുടെ ദി വേ വി ആർ റിയാക്ടിങ് എന്ന് പറയുമ്പോൾ അപ്പോഴറിയാം നമുക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് എന്താണ്. ഈ പോസിറ്റിവിറ്റിയുടെ എക്സ്ട്രീം ലെവലിൽ ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അടുത്ത നിമിഷം ചിന്തിക്കുന്നത് എക്സ്ട്രീം നെഗറ്റിവിറ്റി ആയിരിക്കും. അവിടെ അറിയാം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യം എന്താണ്. ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ നമ്മൾ ബലം പ്രയോഗിച്ച് നമ്മളെ മാറ്റാൻ, അതായത് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ മാറ്റുമ്പോഴാണ് ജീവിതം കഠിനമാകും. പലപ്പോഴും ഞാൻ 1-to-1 സെഷൻസിലൊക്കെ ഇരിക്കുമ്പം പലതിനെ പറ്റിയും പറയുമ്പം ചില ആളുകൾ മുന്നിൽ വന്നിരുന്ന് അങ്ങ് ആർഗ്യൂ ചെയ്യും. എനിക്കിതൊന്നും ഇല്ല, ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇല്ല, അങ്ങനല്ല, ഞാൻ അങ്ങനെ ഒന്നും അല്ല, ഒരു ഫുൾ സെഷനിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ തിരിച്ച് ആർഗ്യൂ ചെയ്യാറില്ല. പക്ഷെ അടുത്ത ആഴ്ചയിൽ അവർ വരുമ്പോ പറയും ഇത് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള പ്രോസസ്സ് കൊടുത്തു കഴിയുമ്പോഴാണ് ദേ വിൽ റിയലൈസ്. അതായത് നമ്മളിങ്ങനെ വാഗൊണ്ട് പറയുന്നതോ ആക്ട് ചെയ്യുന്നതോ അല്ലാതെ ഒരു റിയാലിറ്റി നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളത്, അതിനെ നമ്മൾ അക്നോളജ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഭയങ്കര കഷ്ടമുള്ളതാകുന്നത്, അല്ലെ പ്രയാസമുള്ളതാകുന്നത്. ഈ പാറ്റേൺ ഒന്നും നമ്മൾ തിരിച്ചറിഞ്ഞ് റീറൈറ്റ് ചെയ്ത് റീബിൽഡ് ചെയ്യാതെ നമ്മുടെ ഈ സ്റ്റക്നെസ്സോ ബ്ലോക്കോ അല്ലെ ബുദ്ധിമുട്ടോ ഒന്നും ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറത്തില്ല. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പുതിയ ഒരാളായിട്ട് മാറുകയല്ല ചെയ്യുന്നത്. ഇപ്പം ഒരാളുണ്ട്, ഈ ഇരിക്കുന്ന നമ്മളിൽ വേണ്ടതും ഉണ്ട്, വേണ്ടാത്തതും ഉണ്ട്. നമ്മളിൽ വേണ്ടാത്തതിനെ റെഡ്യൂസ് ചെയ്ത് കുറച്ച് റീറൈറ്റ് ചെയ്യുകയും നമ്മളിലുള്ള വേണ്ടതിനെ ഇംപ്രൂവ് ചെയ്ത് ശക്തിപ്പെടുത്തുകയും ചെയ്യണം. അതിനൊരു പർട്ടിക്കുലർ ടൈം നമ്മൾ എന്ത് കാര്യം നമ്മളായിട്ട് മാറണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം, ഒരു മിനിമം ഒരു 60 to 90 ഡേയ്സ് നമ്മൾ അതിൽ വർക്ക് ചെയ്യണം. അതിൽ നിലനിൽക്കുമ്പോഴാണ് നമ്മളായിട്ട് മാറുന്നത്. ഈ പുറത്തുനിന്ന് എടുക്കുന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ മടുത്തു പോകും. എന്തും നമ്മളായിട്ട് മാറുമ്പോഴാണ് അത് നമ്മളിൽ നിലനിൽക്കുന്നത്. പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് മൈ ലൈഫ് ഈസ് സ്റ്റക്ക്. ശരിക്കും ലൈഫ് സ്റ്റക്ക് ആയിരിക്കുന്നതല്ല, നമ്മുടെ പാറ്റേൺസ് നമുക്ക് ഫെമിലിയർ ആകുന്നതാണ്. ഒരേ പാറ്റേൺസ് നമുക്ക് ഫെമിലിയർ ആകുന്നതുകൊണ്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് ലൈഫിൽ വരും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം, നമ്മുടെ ബ്രെയിനിന്റെ ഒരു സൂപ്പർ കപ്പാസിറ്റിയാണ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. നമ്മൾ എന്തിനു ഫോക്കസ് ചെയ്യുന്നു അതിനെ വീണ്ടും 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 നമ്മളിലേക്ക് കൊണ്ടുവരും. അതിനെ നമ്മൾ പ്രൂവ് ചെയ്യിക്കും, എവിഡൻസ് കാണിച്ചു തരും. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഞാൻ തോൽക്കും അല്ലെ ഞാൻ പരാജയമാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ പരാജയമാണെന്ന് അവനെ ബോധിപ്പിക്കുന്ന എല്ലാ എവിഡൻസും കൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓരോ അനുഭവങ്ങളും കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ ഉറച്ച വിശ്വാസമായിട്ട് മാറും. അതേപോലെ ഇപ്പം വിശ്വാസം, ഞാൻ ജയിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ അവൻ ജയിക്കാനുള്ള സാഹചര്യങ്ങളും ജയിക്കുമെന്ന് തോന്നിപ്പിക്കുന്ന അവസരങ്ങളും അവന്റെ ജീവിതത്തിൽ കൊണ്ടുകൊടുക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കാറ് വാങ്ങിക്കാൻ തീരുമാനിച്ചെന്ന് വെച്ചു, റെഡ് കളർ കാർ ഏതെങ്കിലും കമ്പനിയുടെ. അത് ബുക്ക് ചെയ്യുന്ന നിമിഷത്തിലിരുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോ തൊട്ട് ആ കാറേ കാണും റോഡിലെല്ലാം. എങ്ങോട്ട് തിരിഞ്ഞാലും അതേ കളറ് അതേ ബ്രാൻഡ് ആയിരിക്കും. എന്നാ നിങ്ങൾ ബുക്ക് ചെയ്തപ്പം നാട്ടുകാർ മുഴുവൻ പോയി ആ വണ്ടി വാങ്ങിച്ചോണ്ടാണ്? അല്ല, നമ്മുടെ ബ്രെയിൻ തേടി കണ്ടുപിടിച്ച് കാണിച്ചു തരും. കാറ് മാത്രമല്ല, പറയാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലാണ് നമ്മൾ എതിൽ ഫോക്കസ് ചെയ്യുന്നു അതിനുള്ള എവിഡൻസുകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നല്ലതായാലും ചീത്തയായാലും നിങ്ങളിപ്പോ ഒരു തീരുമാനം എടുത്ത് അതിൽ ഫോക്കസ് ചെയ്താൽ അത് ഫുൾഫില്ല് ചെയ്യിക്കാനുള്ള, അത് സത്യമാണെന്ന് നിങ്ങളെ ബോധിപ്പിക്കാനുള്ള എല്ലാം നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെടും.
നമ്മളായിരിക്കുന്ന അവസ്ഥ അറിയാതെ, ഇന്നത്തെ നമ്മുടെ സാധാരണ അവസ്ഥ, നമ്മുടെ ചിന്ത, നമ്മുടെ വിശ്വാസം, നമ്മുടെ പാറ്റേൺ തിരിച്ചറിയാതെ ബോഡി ആൻഡ് നെർവ് സിസ്റ്റത്തിൽ സീറ്റ് ചെയ്തിരിക്കുന്ന അല്ല ഇരിക്കുന്ന പാറ്റേണുകളും ബ്ലോക്കുകളും ഒന്നും മാറ്റാൻ ശ്രമിക്കാതെ, റീഫ്രെയിം ചെയ്യാതെ നമുക്ക് ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരാൻ പറ്റത്തില്ല, ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ പറ്റില്ല. അതെല്ലാം ടെമ്പററി ആയിരിക്കും. ഒരഴുക്കുള്ള, നമ്മൾ പെയിന്റ് അടിക്കുന്നില്ല, ഈ ചുമര് മുഴുവൻ അഴുക്കാണെങ്കിൽ ആ അഴുക്കിന്റെ പുറത്തോട്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കും. വീട് മുഴുവൻ വൃത്തികേടായിട്ടിരിക്കുക, അവിടെ റൂം ഫ്രഷ്നർ അടിച്ചു കഴിഞ്ഞാൽ എത്ര നേരം നിലനിൽക്കും? അതുപോലെ തന്നെയാണ് നമ്മളിലുള്ള ഈ ഗാർബേജുകൾ, വേസ്റ്റുകൾ ക്ലിയർ ചെയ്യാതെ, ഐഡന്റിഫൈ ചെയ്ത് റിലീസ് ചെയ്യാതെ, റീറൈറ്റ് ചെയ്യാതെ, ഹീൽ ചെയ്യാതെ നമ്മൾ എത്ര നമ്മളെ മാറ്റാൻ ശ്രമിച്ചാലും ഈ അഴുക്കിന് പുറത്തോട്ട് വീണ്ടും വീണ്ടും എന്ത് ചെയ്താലും അതിന് ഒരു ലോങ് ലൈഫ് അല്ലേ, അതിന് നിലനിൽപ്പുണ്ടാവില്ല. പിന്നെ ചില ആളുകളുണ്ട്, ഇപ്പൊ എല്ലാവർക്കും അവയർനെസ് നമുക്ക് കിട്ടും, കുറെ ബുക്കുകൾ വായിക്കും, കുറെ വീഡിയോസ് കാണും, കുറെ ക്ലാസ്സുകളിലൊക്കെ പോകും. എനിക്ക് അവെയർ ആയാൽ ഞാൻ ഇതിൽ നിന്ന് പുറത്ത് വന്നു, അല്ലെ ഞാൻ ഇതിൽ നിന്ന് റിലീസായി, എനിക്കിതെല്ലാം അറിയാം. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല. അവയർനെസ് കൊണ്ട് മാത്രം ഈ സ്റ്റക്കിന്നോ ഈ പ്രശ്നങ്ങളിൽ നിന്നോ നമുക്ക് കടക്കാൻ പറ്റില്ല. അവബോധം ഉണ്ടെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇത് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്ത് ഇതിനെ റീറൈറ്റ് ചെയ്ത് ഹീല് ചെയ്ത് റിലീസ് ചെയ്യണം. ഈ അവയർനെസ് എന്ന് പറയുന്നത് എവിടെ നിലനിൽക്കും? നമ്മുടെ മനസ്സിലാണ് ജീവിക്കുന്നത്. റിയാക്ഷൻസ് എവിടാ ഉള്ളത്? നമ്മുടെ ബോഡിയിലാണ്. മനസ്സിൽ അവയർനെസ് ഉണ്ടായിട്ട് ബോഡിയിലുള്ള നെർവ് സിസ്റ്റത്തിലുള്ള ബ്ലോക്കുകൾ മാറത്തില്ല. ആക്ഷൻ ഇൻസ്പയർഡ്, പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കാതെ, അതായത് റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ നാഡീവ്യൂഹത്തിലും നാഡീവ്യൂഹത്തിലുമാണ് നിലനിൽക്കുന്നത്. മനസ്സിലുള്ള അവബോധം കൊണ്ട് ബോഡിയിലുള്ള റിയാക്ഷൻസ് മാറത്തില്ല. ഈ സ്ട്രെസ് ആയിരിക്കുന്ന ബോഡി ഒരിക്കലും ഈസിനെ റിസീവ് ചെയ്യത്തില്ല. ബോഡി സ്ട്രെസ് ആയിരുന്ന നെവർ എവർ റിസീവ് ഈസ് ആൻഡ് അബൻഡൻസ്. നമ്മുടെ ബോഡി അലേർട്ട് മോഡില്, സർവൈവൽ മോഡില്, സ്ട്രെസ്സിലാണെങ്കിൽ ഒരിക്കലും സമൃദ്ധിയെ സ്വീകരിക്കത്തില്ല. സമ്മർദ്ദത്തിലായ ശരീരത്തിന് സമൃദ്ധിയോ ഈസിനെയോ സ്വീകരിക്കാൻ സാധിക്കത്തില്ല. അൺസെറ്റിൽഡ് ആയിട്ടുള്ളൊരു ശരീരം ഒരിക്കലും സമൃദ്ധമായ ജീവിതം ജീവിക്കില്ല. നമ്മൾ കമത്തി വെച്ചുകൊണ്ട് എത്ര വെള്ളം ഒഴിച്ചാലും നിറയുമോ? നമ്മുടെ ശരീരം സെറ്റിൽ ആകാതെ, സേഫ് ആണെന്ന് ഫീൽ ചെയ്യാതെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ശരീരം സമൃദ്ധിയെ സ്വീകരിക്കത്തില്ല. എന്താണ് ഇന്നർ സ്റ്റെബിലിറ്റി? കുറെ നേരമായില്ല ഞാനിങ്ങനെ ഇന്നർ സ്റ്റെബിലിറ്റി ശരിക്കും എന്താണ് ഇന്നർ സ്റ്റെബിലിറ്റി? ഉള്ളിലുള്ള സ്ഥിരത, സ്വയം നമ്മൾ സുരക്ഷിതമാണെന്നൊരു ബോധം, അനുഭവമാണ് ഇന്നർ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഫിസിയോളജിക്കലാണ്. നമ്മൾ റെസ്പോണ്ട് ചെയ്യും, അതായത് റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യും. നമ്മൾ ആദ്യമൊക്കെ റെസ്പോണ്ട് ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുടുംബജീവിതമൊക്കെ ജീവിച്ചു പോകുന്നത് ആദ്യത്തെ ഒരു 10 വർഷം അങ്ങനെയൊക്കെ പോകും. എന്തൊക്കെ ഉണ്ടെങ്കിലും സമാധാനത്തിലൊക്കെ പോകും. ഒരു 10 വർഷം 15 വർഷമൊക്കെ ആയി കഴിയുമ്പം ഈ പ്രഷർ കുക്കർ പോലെ ഇനി ഒന്നും സഹിക്കാൻ വയ്യ, പടക്കത്തിന് തീ പൊട്ടുന്ന പോലാണ്. സിറ്റുവേഷനിൽ അവിടെ പൊട്ടിത്തെറി കഴിഞ്ഞിട്ട് അവർക്ക് തന്നെ മനസ്സിലാവുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും റിയാക്ഷൻസ് ആയിരിക്കും, റെസ്പോൺസ് ഉണ്ടാവില്ല. എന്ത്, എവിടെ, എങ്ങനെ വേണോന്ന് നമ്മൾ ചിന്തിക്കാനേ പറ്റില്ല. ചിന്തിക്കുന്നതിന് മുന്നേ, അതായത് ആക്ച്വലി ഇതൊരു അലേർട്ട് മോഡാണ്, ബ്രെയിനിന്റെ ഒരു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പാമ്പാന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് നമ്മൾ ചാടിത്തുള്ളി ഒരു 2 കിലോമീറ്റർ ദൂരെ പോകത്തില്ലേ? അതേ എഫക്റ്റ് ആണ് ഈ നടക്കുന്നത്. നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് ഓവർലോഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ബിഫോർ തിങ്കിങ് വി ആർ ആക്ട്. അതാണ് ഈ സഡൻ റിയാക്ഷൻ വരുന്നത്. ഒരിക്കലും ബോധപൂർവ്വം ഒരു മറുപടിയോ ബോധപൂർവ്വം ഒരു ബിഹേവിയറോ നടക്കത്തില്ല. ബോഡി ഈസ് കോൺസ്റ്റന്റ്ലി ഓൺ അലേർട്ട്. എപ്പോഴും ശരീരം അലേർട്ട് മോഡിൽ അല്ലെ ജാഗ്രതാഭാവത്തിലായിരിക്കും. നമ്മുടെ ഇന്റേണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഇന്റേണൽ റഷ്. ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു റഷ് ഉണ്ടാവില്ല. ഈ അത്യാവശ്യം എപ്പോഴും നമ്മൾ അൺസ്റ്റേബിൾ ആണ്, എപ്പോഴും ഒരു റഷ് ആയിരിക്കും.
ഇന്റേണൽ, ഉള്ളിന്റെ ഉള്ളില് ഒരു തിടുക്കമായിരിക്കും. ഈ ഇന്റേണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു മോട്ടിവേഷനോ ഒരു പോസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ സപ്രഷനോ ഒന്നുമല്ല. ഇതൊരു റെഗുലേഷനാണ്, നിയന്ത്രണമാണ്, നിയന്ത്രിത അവസ്ഥയാണ്. നമ്മുടെ ശരീരത്തെ മനസ്സിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ഇന്നർ വേൾഡ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ പീപ്പിൾ റീഗെയിൻ ചോയ്സ്. ഈ പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിൽ നിന്നും ഇന്നിന് വന്ന് ലാൻഡ് ചെയ്യും, ഇന്നി ജീവിക്കാൻ തുടങ്ങും. ഇന്നി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ചോയ്സുകളുണ്ട്, എല്ലാത്തിനും ചോയ്സ് ഉണ്ട്. ശരിക്കും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പാസ്റ്റും അല്ല ഫ്യൂച്ചറും അല്ല, പ്രസന്റ് ആണ്. നമ്മൾ പ്രസന്റിലോട്ട് എത്തുമ്പം നമുക്ക് അവിടെ ചോയ്സ് കിട്ടും. ചോയ്സ് ക്രിയേറ്റ് ഡിഗ്നിറ്റി. നമുക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്കത് ഡിഗ്നിറ്റി ക്രിയേറ്റ് ചെയ്യും, അല്ലെ ഡിഗ്നിറ്റിയെ കൊണ്ടുവരും. ഡിഗ്നിറ്റി നമ്മുടെ ജീവിതത്തിന് ഒരു മീനിങ് തരും. നമ്മുടെ ഇൻസൈഡ് സെറ്റിൽ ആവുമ്പോൾ ലൈഫ് സ്റ്റോപ്പ് ടു ഫീലിംഗ് ഫൈറ്റ്. ജീവിതം ഒരു പോരാട്ടമാണെന്നുള്ള ചിന്ത അങ്ങ് മാറും, ശാന്തത വന്ന് നിറയും. എന്റെ ജീവിതം ഒരു യുദ്ധമാണെന്നുള്ള തോന്നൽ അങ്ങ് മാറും. എന്തുകൊണ്ടാണ് സമ്പന്നത സ്റ്റെബിലിറ്റി ഇല്ലാത്തടത്ത് വരത്തില്ല എന്ന് പറയുന്നത്? ഈ സമ്പന്നത എന്ന് പറയുന്നത് ക്യാഷ് അല്ല, പണം മാത്രമല്ല. സപ്പോർട്ട്, ഈസ്, ഹെൽപ്പ്, ഫ്ലോ, ഇതെല്ലാം ചേരുന്നതാണ് ഈ സമ്പന്നത എന്ന് പറയുന്നത്. എനിക്കൊരു കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് സമ്പന്നത എന്ന് പറഞ്ഞാൽ എന്താണ്? മണി മാത്രമാണോ? സമ്പന്നത എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ സമ്പന്നത, നമ്മുടെ ജോലിയിൽ സമ്പന്നത, സന്തോഷത്തില്, എല്ലാത്തിലും ഉണ്ടാവണം ആ സമ്പന്നത. അല്ലാതെ നമ്മൾ വാങ്ങിക്കുന്ന നോട്ടുകൾ മാത്രമല്ല സമ്പന്നത. നെർവ് സിസ്റ്റം സർവൈവൽ മോഡിൽ ഇരിക്കുമ്പം റിസീവിങ് ബ്ലോക്ക് ചെയ്യും. ഒരു ഹെൽപ്പ് റിസീവ് ചെയ്യത്തില്ല, ഒരു അപ്രിസിയേഷൻ റിസീവ് ചെയ്യത്തില്ല, ഒരു പോസിബിലിറ്റി റിസീവ് ചെയ്യത്തില്ല, റിലേഷൻഷിപ്പ് റിസീവ് ചെയ്യത്തില്ല. എവറിത്തിങ് വിൽ ബി ബ്ലോക്ക്. ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും സമ്പന്നത വരത്തില്ല. ഫിയർഫുൾ ബോഡി, ഭയന്നിരിക്കുന്ന അല്ലെ ഫിയർഫുൾ ആയിട്ട് ത്രിട്ടിലിരിക്കുന്ന ഒരു ബോഡി റെസിസ്റ്റ് ഈസിനെ റെസിസ്റ്റ് ചെയ്യും. എക്സോസ്റ്റഡ് ആയിരിക്കുന്ന മൈൻഡ് നല്ല കാര്യങ്ങളെ വിശ്വസിക്കത്തില്ല. നമ്മൾ എത്രത്തോളം സേഫ് ആയിരിക്കുന്നോ, സേഫ്റ്റി ഫീൽ ചെയ്യുന്നോ, അതിനനുസരിച്ച് മാത്രമേ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റൂ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലാക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ റിസീവിങ് കപ്പാസിറ്റി കുറവായതുകൊണ്ടാണ്. ഇത്രയും സമ്പന്നമായ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ലാക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. വി ആർ നോട്ട് ഏബിൾ ടു റിസീവ്. നമ്മൾ സപ്പോർട്ട് സ്വീകരിക്കാൻ എത്രത്തോളം തയ്യാറാണോ അത്രത്തോളം മാത്രമേ ജീവിതം നമ്മളെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഈ ജീവിതം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അറിയേണ്ടത് നമുക്ക് റിസീവ് ചെയ്യാൻ നമുക്ക് റെഡിയല്ല, അല്ലെ നമ്മൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ഒരു ABL ജേർണി എന്ന് പറയുന്ന ഒരു 90 ഡേയ്സ് പ്രോഗ്രാം, നമ്മളുടെ ഈ പ്രശ്നത്തിനൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള റീവയറിങ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ വലിയ വലിയ പ്രശ്നങ്ങളല്ല, നമ്മൾ തിരിച്ചറിഞ്ഞ് എന്താണ് ഓരോരുത്തരുടെയും ഈ മേഖലകളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് എന്താണ്, പാറ്റേൺസ് എന്താണ്, എന്റെ ബോഡി എങ്ങനെയാണ് ഫങ്ഷൻ ആകുന്നത്, ഞാൻ എങ്ങനെയാണ് എന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോടെ നമ്മൾ പ്രോപ്പറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പർട്ടിക്കുലർ ഡേയ്സ്, ഒരു 90 ദിവസത്തോളം നമ്മൾ റീറൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. 11 ലെയേഴ്സിൽ നമ്മൾ വർക്ക് ചെയ്യും. നമ്മുടെ മൈൻഡ്, നമ്മുടെ തോട്ട്, നമ്മുടെ എമോഷൻസ്, ബിലീഫ്സ്, റിലേഷൻഷിപ്പ്, പർപ്പസ്, ഫിനാൻഷ്യൽ ഏരിയ, ഇതെല്ലാം അലൈൻ ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു സമ്പന്നതയിലേക്ക്, അബൻഡൻസിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ABL ജേർണി എന്ന് പറയുന്നത്. ആർക്കെങ്കിലും എങ്ങനെ എന്റെ ജീവിതത്തെ എനിക്ക് തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ എന്റെ ഈ ഒരു സിസ്റ്റത്തെ റീറൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു അവസരമാണ്. ഈ ഒരു
ABL ജേർണി, അബൻഡൻസ് ലൈഫ് ജേർണി, ടീച്ച് യു ടു ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ നിങ്ങളെ പഠിപ്പിക്കും. ഒരിക്കലും ബലം പ്രയോഗിച്ചല്ല മുന്നോട്ട് പോകേണ്ടത്. നിങ്ങളുടെ ശീലങ്ങൾ മാറ്റേണ്ടതും ബലം പ്രയോഗിച്ചല്ല. വളരെ എളുപ്പത്തിലും ഏറ്റവും ഈസായിട്ടുമാണ് നമ്മൾ സമൃദ്ധിയിലേക്ക് എത്തേണ്ടത്, അല്ലെ എത്താൻ നമ്മൾ നമ്മളെ തന്നെ അനുവദിക്കേണ്ടെന്നുള്ള ഒരു സിസ്റ്റത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. എന്ത് ചെയ്യത്തില്ല ഇതൊരു മാജിക് അല്ല. ഓവർനൈറ്റില് നമ്മൾ മാജിക് ഒന്നും ചെയ്യുന്നില്ല. ഒരു എമോഷണൽ ഡംപിങ്ങും ഇല്ല. ഒരു ട്രോമയിൽ വീണ്ടും ട്രോമ, നമ്മൾ ചില തെറാപ്പീസ് എന്ന് പറഞ്ഞാൽ ട്രോമയിലൂടെ വീണ്ടും നമ്മൾ കടന്നു അങ്ങനത്തെ ഒരു വേദനകളെ ജനിപ്പിക്കലൊന്നുമല്ല. ഓവർനൈറ്റിൽ ഒരു മിറക്കിളും നമ്മൾ ചെയ്യുന്നില്ല. ഒരു പ്രഷർ ടു പെർഫോം, ഒന്നും പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളൊന്നും പെർഫോം ചെയ്യുന്നില്ല. ഒന്നിനെ ചേസ് ചെയ്ത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ ശരിക്കും ചെയ്യുന്നത് വി ആർ റിമൂവിങ് വാട്ട് ബ്ലോക്സ്. നമ്മളിലുള്ള ബ്ലോക്കുകളെ ഈസായിട്ടും എളുപ്പത്തിലും ബോധത്തോടെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു വെബിനാർ കൊണ്ട് നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു ആകുലതയിലേക്കും ആങ്സൈറ്റിയിലേക്കും ടെൻഷനിലേക്കും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ തെറ്റോ നമ്മുടെ പ്രശ്നമോ ഒന്നുമല്ല. നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും നിങ്ങൾ ഈ പുല്ല് പറിക്കുന്നത് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടോ? വേര് പറിച്ചില്ലെങ്കിൽ നമ്മൾ പറിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, നല്ല ക്ലീൻ ആയിരിക്കും. അല്പം അടുത്ത മഴ വരുമ്പം പഴയതിലും ശക്തമായിട്ട് വളർന്നു വരും. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ എല്ലാം റൂട്ടുകൾ നമ്മുടെ ചെറുപ്പത്തില്, നമ്മുടെ കുട്ടിക്കാലത്തായിരിക്കും. കുട്ടിക്കാലത്തും കഴിഞ്ഞ കാലത്തിലുമായിരിക്കും. അതിനെ വേരോടെ കണ്ടെത്തി പിഴുതെടുക്കുകയാണ് നമ്മൾ വേണ്ടത്. സോ അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ മറ്റു പലതിന്റെയും പുറകെ പോകാതെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രശ്നങ്ങളിലെ റൂട്ട് കോസുകളെ, കാരണങ്ങളെ കണ്ടെത്തി വേരോടെ എടുത്ത് കളയുകയാണ് വേണ്ടത്. നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എക്സ്ട്രീം ലെവലിൽ സഫർ ചെയ്ത് ഇനി ഒരു അടി എനിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല എന്നൊരു അവസ്ഥയിൽ എത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ്. ശരിക്കും ഈ ലോകത്ത് ജീവിക്കുന്നത് എന്തിനാ? സന്തോഷമായിട്ട് ജീവിക്കാനാ. എന്തിനാ ഈ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ? അൾട്ടിമേറ്റ്ലി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനാ. നമുക്ക് കിട്ടാതെ പോകുന്നത് എന്താ? ആ ഒരു സന്തോഷമല്ലേ. ബാക്കി എല്ലാം, സ്വത്ത് സമ്പാദിക്കുന്നുണ്ട്, വീടുണ്ട്, പറമ്പുണ്ട്, സമ്പാദ്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്താ ഇല്ലാത്തത്? സന്തോഷം. നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെടുന്നത്, അത് മാത്രമാണ് നമുക്ക് അവസാനം വരെയും കിട്ടാതെ പോകുന്നത്, അല്ലെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മുടെ സേഫ്റ്റി നാച്ചുറലായിട്ട് നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ സേഫ്റ്റി വന്നെത്തുമ്പോൾ ജീവിതം സ്വാഭാവികമായിട്ടും പുനഃക്രമീകരിക്കപ്പെടും. ഈസ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമല്ല, ഇറ്റ് ഈസ് റിവീൽഡ് ആണ്, അത് വെളിപ്പെടുന്നതാണ്. നമ്മൾ നാച്ചുറലായിട്ട് അതിന്റെ പ്രോസസ്സ് ചെയ്യുമ്പം ഈസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതാണ്. ഇത്രയും കാലം ചുമന്നുകൊണ്ട് നടന്ന എല്ലാ ചപ്പുചവറുകളും, മറ്റുള്ളവരുടെ ചിന്തകളെ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ, ഭാരങ്ങളെ, എന്നെ കൊണ്ട് ഫുൾഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആകുലതകളെ, ആശങ്കകളെ, കുറ്റബോധങ്ങളെ, ഷെയിം, ഈവൻ ചെറുപ്പത്തിൽ കേൾക്കുന്ന ചില വിളിപ്പേര് പോലും ചിലർക്ക് വലിയ ബ്ലോക്കായിട്ട് ഇരിക്കാറുണ്ട്. കൊച്ചിലെ കഴുതാന്ന് വിളിച്ചു കേട്ട് വളർന്ന ചില കുട്ടികൾ എന്റെ ക്ലയൻസ് വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് അവർ പഠിച്ച് വലിയ പൊസിഷനിലായാലും 10 പേര് കൂടുമ്പം അവർക്ക് അവിടെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ആ കാരണം കിടക്കുന്നത് ചെറുപ്പത്തില് മനസ്സിലേറ്റപ്പെട്ട ആ മുറിവിലാണ്. അത് വിളിച്ചവർ ചിലപ്പോൾ തമാശയിലായിരിക്കും പറഞ്ഞു. അതെന്നും ആഴത്തിലുള്ള മുറിവായിട്ടും ഒരു പബ്ലിക് സ്പീക്കിങ്ങിനോ അവരുടെ ഒരു നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഉണ്ട്. പക്ഷെ 4 പേര് കൂടുമ്പം അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടും. ഒരുപാട് സാലറി വാങ്ങിക്കുന്ന ആള്, 6 ലക്ഷം 8 ലക്ഷം വാങ്ങിക്കുന്ന വ്യക്തി, പണമില്ല, കാരണം കൈകാര്യം ചെയ്യാൻ അറിയില്ല. ചെറുപ്പത്തിലെ മുതൽ കേട്ട് വളർന്ന് ഷീ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ മണി. ഇങ്ങനെ
നമ്മളുടെ ഓരോ പ്രശ്നത്തിനും നമ്മൾ അറിയാത്ത ഒരു കാരണം പലയിടത്തിലുണ്ടാവും. ആ കാരണത്തെ കണ്ടെത്തി അതിനെ നമ്മൾ മാറ്റുമ്പോഴാണ്, ഹീല് ചെയ്യുമ്പോൾ, റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുന്നത്. സോ നമുക്ക് അങ്ങനെ ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ജനുവരി 20th 90 ദിവസം നീണ്ടു നിൽക്കുന്ന ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറഞ്ഞ പക്ഷം അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ ഈ വറി ചെയ്യുന്ന നമ്മുടെ ഒരു ഹാബിറ്റിനെ, നമ്മുടെ പാറ്റേണുകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഫോക്കസ് ഏതിലാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ പതുക്കെ നമ്മുടെ ജീവിതവും മാറും. നമ്മളെപ്പോഴും പറയും, പ്രാർത്ഥിക്കുമ്പോൾ പോലും സൂക്ഷിച്ച് പ്രാർത്ഥിക്കണം. രോഗം വരുത്തരുതേ, രോഗം വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കരുത്. എന്തുകൊണ്ടാണെന്നറിയുമോ? അവിടെ നമ്മുടെ ഫോക്കസ് പോകുന്ന രോഗത്തിലാണ്. ചില ആളുകൾ പറയും, എനിക്ക് കടം ഉണ്ടാക്കരുതേ, കടം ഉണ്ടാകരുതേ, കടം ഉണ്ടാകരുതേ. എത്ര സമ്പന്നനായാലും അങ്ങനെ പ്രാർത്ഥിച്ച ഒരു 6 വർഷത്തിൽ കടക്കാരനായിട്ട് നിൽക്കും. കാരണം അയാളുടെ ശ്രദ്ധ മുഴുവൻ കടത്തിലാണ്. നമ്മൾ എന്തിനോട് നമ്മൾ അലൈൻ ചെയ്യുന്നു, എഗ്രി ചെയ്യുന്നു, എന്തിനോട് റെസിസ്റ്റ് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു, അത് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറും. ഇതൊരു ക്രിയേഷന്റെ നിയമമാണ്, അലിഖിത നിയമമാണ്. Whatever we are aligned and agree, resisting and react, that will as our reality. Make it as our reality. ഇതുപോലെ നമ്മൾ ഓർക്കും, വെറുതെ തമാശയ്ക്ക് ആളുകളെ ഒന്ന് പ്ലീസ് ചെയ്യാനായിട്ട് അതേന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കും. ആൾക്കാർ പറയുന്ന ഒരുപാട് കാഴ്ചപ്പാടുകൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മളുടേതാക്കി മാറ്റും. സോ കോൺഷ്യസ് ആയിട്ട് ജീവിക്കാൻ തീരുമാനിക്കുക. എന്ത് വേണം, എന്ത് വേണ്ട, ഒന്നിനെ വിധിക്കാതെ, ജഡ്ജ് ചെയ്യാതെ, അക്നോളജ് ചെയ്ത് ഒരു കാഴ്ചക്കാരനായിട്ട്, ഒരു കാഴ്ചക്കാരിയായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ കുറെയൊക്കെ നമുക്ക് സമാധാനത്തോടെ ശാന്തമായിട്ട് ജീവിക്കാൻ സാധിക്കും. ശരിക്കും നമ്മുടെ ജീവിതത്തെ റീറൈറ്റ് ചെയ്യണമെങ്കിൽ ഈ കാരണങ്ങളിൽ വർക്ക് ചെയ്ത് കണ്ടെത്തി റീറൈറ്റ് ചെയ്ത്, റീവയർ ചെയ്ത്, റിലീസ് ചെയ്ത്, ഹീല് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയാൽ കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഡ്രീം ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. അടുത്ത 2 ദിവസം കൂടെ ഇതുപോലെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ചും കൂടെ ഒക്കെ 2 വെബിനാറോടുണ്ട്. അപ്പം എല്ലാവരെയും സ്നേഹത്തോടെ വരുന്ന 2 ദിവസങ്ങളിൽ ക്ഷണിക്കുന്നു. നമുക്ക് കാണാം. അടുത്ത ദിവസം ഇതേ സമയം നമുക്ക് കാണാം. കൂടുതൽ അവയർനെസ്സുമായി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.